മാധ്യമ പ്രവർത്തകരെ, കമുകിൻകോട് വിശുദ്ധ അന്തോനീസിന്റെ തീർത്ഥാടന ദേവാലയത്തിന്റെ തിരുനാൾ മഹോത്സവം 2025 ഫെബ്രുവരി മാസം 18-ാം തീയതി മുതൽ ആരംഭിച്ച് മാർച്ച് മാസം 2-ാം തീയതി സമാപന തിരുനാൾ ദിനത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ഈ തീർത്ഥാടന ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യമെന്ന് പറയുക, നാനാജാതികളായിട്ടുള്ള ആളുകള് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വിശുദ്ധ അന്തോനീസിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അതിൽ വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയുവാൻ സാധിക്കും, ഏതാണ്ട് 70% ആളുകളും ഹിന്ദുക്കളായിട്ടുള്ള ആളുകളാണ് അവിടേക്ക് വന്ന് ദൈവത്തിന്റെ മുന്നില് വിശുദ്ധ അന്തോനീസ് തിരുസന്നിധിയില് ഒരുപാട് അനുഗ്രഹങ്ങൾ അവര് നേടുന്നത്. നമ്മുടെ ഈ തിരുനാളിനെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ അവിടെ നടക്കുന്നുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് നടക്കുക രക്തദാന നേർച്ചയാണ്. രക്തം നേർച്ചയായിട്ട് നൽകുന്ന കേരളത്തിലെ, എനിക്ക് തോന്നുക, ഏക ദേവാലയവും കൂടിയാണത്. അനേകം ആളുകൾ അവിടെ വന്ന് തങ്ങളുടെ രക്തം, നമുക്കറിയാം രക്തം ദാനമായി നമ്മൾ നൽകാറുണ്ട്, എന്നാൽ ഇതൊരു നേർച്ചയായിട്ട് നൽകുന്ന ഒരു ദേവാലയമാണ്. അത് 22-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് അത് നടത്തപ്പെടുകയാണ്. ധാരാളം ആളുകളാണ് ആ രക്തം ദാനം ചെയ്യുവാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുക, അതോടൊപ്പം തന്നെ അത് നൽകുക. അതിനോടൊപ്പം തന്നെ 23-ാം തീയതി വളരെ സവിശേഷകരമായിട്ട് പ്രവാസികളുടെ ഒരു സംഗമം അവിടെ നമ്മൾ നടത്തുന്നുണ്ട്. പ്രവാസികളായി തിരിച്ചു വന്നവര്, അതോടൊപ്പം തന്നെ പ്രവാസികളായി തിരിച്ചു വന്ന 60 വയസ്സിന് മുകളിലുള്ളവരെ ആദരിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ തലങ്ങളിൽ പെട്ടിരിക്കുന്ന പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാര്, സാമൂഹ്യ പ്രവർത്തകര്, കേന്ദ്രമന്ത്രിമാര്, അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലുള്ള പല മന്ത്രിമാരും MLA-മാരും ഒക്കെ പൊതുസമ്മേളനങ്ങളിൽ കടന്നു വരുന്നുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണുകയാണ്, കരുതുകയാണ്. ഈ തിരുനാളിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ അന്തോനീസിന്റെയും അതോടൊപ്പം തന്നെ വിശുദ്ധ ദൈവസഹായത്തിന്റെയും ദേവാലയമാണിത്. കമുങ്കോട് കൊച്ചുപള്ളി എന്ന് പറയുന്നത് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലുമാണ് അവിടെ പ്രത്യേകമായിട്ടുള്ള പൂജയും കാര്യങ്ങളും നടക്കുക. അതോടൊപ്പം തന്നെ ഏതാണ്ട് 4000-4500 പേര് ഒരു ദിവസം തന്നെ കടന്നു വരികയും അവര് സ്നേഹവിരുന്നില് പങ്കുകാരാകുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 4000-ന് മുകളിലേക്കുള്ള ആളുകളാണ് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ അന്നദാനം അവിടെ നടത്തുക. അത് ചില ആളുകൾ അവർക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ സഹായിക്കാറുണ്ട്. അല്ലാതെ നമ്മുടെ പൊതുവായിട്ടുള്ള ഫണ്ടിൽ നിന്നൊക്കെ എടുത്ത് അന്നദാനം വളരെ കൃത്യതയോടുകൂടി നമ്മൾ അത് നടത്തി വരികയാണ്. അനേകം ആയിരങ്ങളാണ് ഈ അന്നദാനത്തിനായിട്ടും പ്രാർത്ഥനകൾക്കായിട്ടും കടന്നു വരിക. നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യവും സഹകരണവും ദയവായി ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെങ്കിലും